നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രൂവറി വിഷയം കത്തി നിൽക്കുന്ന എലപ്പുള്ളിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് CPM നീക്കം. പഞ്ചായത്ത് ഭരണസമിതി ബ്രൂവറിക്കെതിരെ സ്വീകരിക്കുന്നത് ശക്തമായ നിലപാട്. 44 വർഷത്തോളം CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വീടിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവതി അറസ്റ്റിൽ. കുണ്ടന്നൂരിൽ അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 27 കിലോ വെടിമരുന്ന് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവ് ബൈക്ക് മോഷണ കേസിൽ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഷൊർണൂരിൽ തെരുവു നായ്ക്കൾ വിലസുന്നു. നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നത് നഗരപ്രദേശത്ത്. യാത്രക്കാരെ തെരുവു നായ്ക്കൾ ആക്രമിക്കുന്നത് പതിവാകുന്നു. പരാതി നൽകിയാലും നടപടിയുണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. ബ്രൂവറി വിഷയം കത്തി നിൽക്കുന്ന എലപ്പുള്ളിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് CPM നീക്കം. ബ്രൂവറിക്കെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് ഭരണസമിതി തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. 44 വർഷം തുടർച്ചയായി CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. അവിശ്വാസ പ്രമേയത്തിനായി CPM ചിറ്റൂർ ബ്ലോക്ക് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 40 വർഷം CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളിയിൽ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ബ്രൂവറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഭരണസമിതി രംഗത്ത് വന്നത്. ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചു. ബ്രൂവറി സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം വിവിധ കോണിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ CPM അവിശ്വാസ നീക്കം ആരംഭിച്ചത്. ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെയുള്ള പ്രാദേശിക ജനരോഷം മറികടക്കാനായി പ്രത്യേക സ്ക്വാഡുകളായി CPM ജനമധ്യത്തിലിറങ്ങുകയും ലഘുലേഖ വിതരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതും വേണ്ടവിധം പ്രതിഫലിക്കാതെ വന്നതോടെയാണ് അവിശ്വാസ നീക്കവുമായി പാർട്ടി രംഗത്ത് വന്നത്. 22 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് 9, CPM 8, BJP 5 എന്നിങ്ങനെയാണ് കക്ഷിനില. അവിശ്വാസം പാസ്സാവണമെങ്കിൽ 12 അംഗങ്ങളുടെ പിന്തുണ വേണം. 5 അംഗങ്ങളുള്ള BJP ബ്രൂവറിക്കെതിരെ അനിശ്ചിതകാല സമരത്തിലാണ്. കോൺഗ്രസിനകത്ത് തർക്കങ്ങളില്ലാത്തതും BJP പ്രത്യക്ഷ സമരത്തിലായതുകൊണ്ടും ഭരണസമിതിക്ക് ഭീഷണിയില്ലെന്നാണ് വിലയിരുത്തൽ. ബ്രൂവറിക്കായി CPM നടത്തുന്ന നീക്കങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള നീക്കം കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട്. ഒയാസിസ് ബ്രൂവറി കമ്പനി കേരളത്തിലേക്ക് എത്തിയതു മുതലുള്ള നാൾവഴികളും സർക്കാരിന്റെ വഴിവിട്ട ഇടപെടലും ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി കോൺഗ്രസിന്റെ സ്ക്വാഡുകളും രംഗത്തിറങ്ങും. അവിശ്വാസ പ്രമേയത്തിന്മേൽ 12 ദിവസത്തിനകം ചർച്ചയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പുള്ളി കിണറ്റിൻകരയിലെ വീടിനുള്ളിൽ വിവിധ ഭാഗത്തായി സൂക്ഷിച്ച 51.4 ഗ്രാം കഞ്ചാവുമായി യുവതി അറസ്റ്റിൽ. 36 വയസ്സുള്ള കിണറ്റിൻകര വീട്ടിൽ പ്രവീണയെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുടമയായ ഭർത്താവ് മുകേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീടിന് സമീപം കഞ്ചാവ് അടങ്ങിയ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത്. പോലീസ് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ മുകേഷിന്റെ ഭാര്യ പ്രവീണ വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവ് ശുചിമുറിയിലെ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്ത് കളഞ്ഞതായി പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പിന്നീട് ശുചിമുറി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മലിനജല ടാപ്പിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു. വീട്ടിൽ നിർത്തിയിട്ട മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഡിക്കിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. കഞ്ചാവ് കൊണ്ടുവരുന്നതും വിൽപ്പന നടത്തുന്നതും മുകേഷാണെന്നും പോലീസ് കണ്ടെത്തി. തൃത്താല പോലീസ് സ്റ്റേഷനിൽ 2017 20 കിലോ കഞ്ചാവ് സൂക്ഷിച്ചതിന് ഇയാൾക്കെതിരെ നേരത്തെ കേസുള്ളതായി പോലീസ് പറഞ്ഞു. കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്ത പ്രവീണയെ ജാമ്യത്തിൽ വിട്ടു. മുകേഷിനെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. CI V രവികുമാറിന്റെ നിർദ്ദേശപ്രകാരം SI M മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T റിയാസ്, വള്ളി മുരളി എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുണ്ടന്നൂരിലെ വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച 27 കിലോ വെടിമരുന്ന് പിടികൂടി. 2 വർഷം മുൻപാണ് കുണ്ടന്നൂരിൽ നാടിനെ നടുക്കിയ വെടിക്കെട്ട് അപകടം നടന്നത്. കുണ്ടന്നൂർ സ്വദേശി പന്തങ്ങാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് 2 ചാക്കുകളിലായി സൂക്ഷിച്ച 27 കിലോ കരിമരുന്നും 1000-ഓളം തിരകളും കടലാസ് ബോളുകളും പിടികൂടിയത്. വടക്കാഞ്ചേരി SHO റെജിൻ N തോമസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ രാത്രി വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചു. പിടിച്ചെടുത്ത കരിമരുന്ന് സാമഗ്രികൾ
സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. 2 വർഷങ്ങൾക്ക് മുമ്പാണ് കുണ്ടന്നൂർ മേഖലയിൽ നാടിനെ നടുക്കിയ വെടിക്കെട്ട് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളെ ബൈക്ക് മോഷണ കേസിൽ ചെറുതുരുത്തി പോലീസ് വീണ്ടും പിടികൂടി. പെരിങ്ങോട് നാഗലശ്ശേരി മഞ്ഞക്കാട്ടുവളപ്പിൽ വിജയന്റെ മകൻ 35 വയസ്സുള്ള അജീഷാണ് പോലീസ് വലയിലായത്. നിലവിൽ 15ഓളം കേസിൽ പ്രതിയാണ് അജീഷ്. ജനുവരി 29-ാം തീയതിയാണ് ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. കോഴിക്കോട് ഭാഗത്തു നിന്നും മോഷ്ടിച്ച ബൈക്കുമായി ആറ്റൂർ കമ്പനിപ്പടിക്ക് സമീപം ബൈക്കുമായി എത്തി മോഷണശ്രമം നടത്തുന്നതിനിടയിൽ നാട്ടുകാർ കാണുകയും തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ചെറുതുരുത്തി SI നിഖിലിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ UR ജയശ്രീ, പോലീസ് ഓഫീസർ ഷംഷുദ്ദീൻ, ഹോംഗാർഡ് നാരായണൻകുട്ടി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 60 ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു. മങ്കര സ്വദേശി കിണറാമാക്കൽ വീട്ടിൽ 63 വയസ്സുള്ള കുഞ്ഞുമോനാണ് തട്ടിപ്പിന് ഇരയായത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഒരാൾ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങി. ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകി ഇയാളെ കബളിപ്പിക്കുകയായിരുന്നു. ഇത് 4ാം തവണയാണ് കുഞ്ഞുമോനെ ഇത്തരത്തിൽ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത്. ഞാനവിടെ കടയിലേ വന്ന് ഒരാൾ വണ്ടിയിൽ നിന്ന് പോകുന്നു. ആൾ വന്ന് അവിടെ ഇറക്കി 4 ടിക്കറ്റ് ആളെടുത്തു. വേറെ ഒരുത്തം വന്നിട്ട് ടിക്കറ്റ് വരാൻ പറഞ്ഞു. ആ കുറേ പഴയ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ പോകുന്നു. ഞാൻ നോക്കി നോക്കിയപ്പോൾ 32 ടിക്കറ്റ് ഉണ്ട്. നമ്മുടെ ഗ്യാസിലത്തെ പിള്ളേരുണ്ടായിരുന്നു അവിടെ, അവർ തെരഞ്ഞൊക്കെ എടുത്തു. സംഭവത്തിൽ കുഞ്ഞുമോൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വിയ്യൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ വെച്ച് മരണപ്പെട്ടു. കുണ്ടുകാട് സ്വദേശി 13 വയസ്സുള്ള കൃഷ്ണപ്രിയയാണ് മരിച്ചത്. സംഭവത്തിൽ വിയ്യൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വിയ്യൂർ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച കൃഷ്ണപ്രിയ. തലവേദനയെ തുടർന്ന് ബെഞ്ചിൽ തലവെച്ച് കിടന്ന വിദ്യാർത്ഥിനിയെ സഹപാഠികൾ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അധ്യാപകരും സഹപാഠികളും ചേർന്ന് കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. കുണ്ടുകാട് സ്വദേശിനിയാണ് 13 വയസ്സുള്ള കൃഷ്ണപ്രിയ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു കാവശ്ശേരി കെൽപ്പാം റൈസ് മിൽ സന്ദർശിച്ചു. വ്യവസായ വകുപ്പിന് കീഴിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് 1.2 ഏക്കർ സ്ഥലത്ത് മിൽ നിർമ്മാണം ആരംഭിച്ചത്. മില്ലിന്റെ നിലവിലുള്ള സ്ഥിതി മന്ത്രി വിലയിരുത്തി. ഒരേ സമയം 24 ടൺ നെല്ല് പുഴുങ്ങി അരിയാക്കാവുന്ന യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വിവിധ കാരണങ്ങളാൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല. യന്ത്രത്തിന്റെ ട്രയൽ റൺ നടത്തേണ്ടതിനെപ്പറ്റി മന്ത്രി ഉദ്യോഗസ്ഥരോട് ചർച്ച ചെയ്തു. ജലലഭ്യത, കെട്ടിടത്തിന്റെ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, വൈദ്യുതി കണക്ഷൻ എന്നിങ്ങനെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ സന്ദർശനത്തിൽ മന്ത്രി വിലയിരുത്തി. KD പ്രസേനൻ MLA, കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ, കെൽപ്പാം മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ, ചെയർമാൻ സുരേഷ് കുമാർ, സെൻട്രൽ മാനേജർ ശിവദാസ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ധർമ്മലശ്രീ, ഡെപ്യൂട്ടി ഡയറക്ടർ KK ഷാജു, ജില്ലാ ഓഫീസർ KS ശ്രീജ, ട്രെയിനിംഗ് ഇൻസ്പെക്ടർ N ബാബുരാജ്, മലമ്പുഴ ITI പ്രിൻസിപ്പാൾ M ശ്രീജിത്ത് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ തെരുവ് നായ്ക്കൾ വിലസുന്നു. നഗരത്തിൽ യാത്രക്കാരെ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ ആക്രമിക്കുന്നത് പതിവായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. 17, 18, 19, 20 വാർഡുകളിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി പേർ പരാതിയുമായി നഗരസഭയിൽ എത്തിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നഗരപ്രദേശമായ 17ാം വാർഡിൽ 50 വയസ്സുള്ള തെക്കേതിൽ സന്തോഷിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ തെരുവുനായ്ക്കൾ ആക്രമിച്ചിരുന്നു. ഇയാളുടെ കൈക്ക് മുറിവേറ്റു. സന്തോഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ്ക്കളുടെ സ്വൈരവിഹാരമാണ് നഗരത്തിലെന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. ABC പദ്ധതി കൃത്യമായി നഗരസഭയിൽ നടപ്പാക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. നഗരപ്രദേശത്ത് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ടൗണിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തതും വലിയ ഭീഷണിയാണ്. അതിരാവിലെ നടക്കാനിറങ്ങുന്നവർക്ക്
തെരുവ് നായ്ക്കൾ വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. പ്രശ്നത്തിൽ 20-ാം വാർഡ് കൗൺസിലർ പ്രവീൺ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. നമുക്കറിയാം, എല്ലാ ബഡ്ജറ്റിലും 5 ലക്ഷം രൂപ ABCക്ക് വേണ്ടി വകയിരുത്തി. ഈ വകയിരുത്തൽ മാത്രമേ ഉള്ളൂ, അത് കാര്യക്ഷമമായി ഇതുവരെ നടപ്പിലാക്കുന്നില്ല. ഇപ്പോൾ ടൗണിലായാലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ABC പ്രോഗ്രാം കൃത്യമായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ തെരുവുനായുടെ ശല്യം നമുക്ക് തടയാൻ കഴിയും. നമ്മൾ നിരവധി തവണ അത് നഗരസഭയിൽ പറയുകയും പക്ഷേ അതിന്മേൽ യാതൊരുവിധ നടപടിയും ഇതുവരെ എടുക്കുന്നതായി കണ്ടിട്ടില്ല. ഇത്തരം സാധാരണക്കാർ തെരുവുനായ ശല്യകാരം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിന് പരിഹാരം അല്ലെങ്കിൽ ആശ്വാസമായി പ്രവർത്തിച്ചൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു കേരളത്തിൽ, ജസ്റ്റിസ് സിരിഗജൻ കമ്മിറ്റി. അതിപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ് ഈ തെരുവുനാശാല കടിയേറ്റുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ അധികൃതരും സർക്കാരും നഗരസഭയൊക്കെ വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ തെരുവുനായുടെ ശല്യത്തിൻ്റെ കാര്യത്തിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CPIM വെള്ളത്തോൾ നഗർ നെടുമ്പുര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം M. സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി ചുങ്കത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം ചെറുതുരുത്തി കൊച്ചിൻ പാലം ചുറ്റി ടൗണിൽ സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ CR സുധാകരൻ സ്വാഗതവും PM യൂസഫ് നന്ദിയും പറഞ്ഞു. KK വിദ്യാധരൻ, KG മോഹനൻ, അജിത രവികുമാർ, M. ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേളയൊരുക്കി. ഫുഡോഡിയ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ 300-ലേറെ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. തീയിൽ വേവിക്കാത്ത ഭക്ഷ്യമേള വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. ഫ്രൂട്ട് സാലഡ്, പുഡിങ്ങുകൾ, അച്ചാറുകൾ, ചമ്മന്തികൾ, ഉപ്പിലിട്ടത്, അരിയുണ്ടകൾ, ഫ്രൂട്ട് ആൻഡ് കാർവിംഗ്, ജ്യൂസുകൾ, ഷേക്കുകൾ, വെജിറ്റബിൾ സലാഡുകൾ, അവിൽ മിൽക്കുകൾ, സർബത്തുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, വൈസ് പ്രിൻസിപ്പൽ KS വിൻസെന്റ്, സീനിയർ വിഭാഗം ഹെഡ് ഉമൈവാൻ, LP വിഭാഗം ഹെഡ് ബൾക്കീസ്, ഷാജിദ് അലി, ജസ്ന PA, അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ സമീന PA നേതൃത്വം നൽകി. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പബ്ലിക് സ്കൂളിലെ LP വിഭാഗമാണ്. അതിന് നേതൃത്വം നൽകുന്ന ബൽക്കീസ് മാമും ടീച്ചേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതിനോട് സഹകരിച്ച പേരൻസിൻ്റെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ സ്നാനം നടത്തി തിരിച്ചെത്തിയ സന്യാസിമാരെ ഗായത്രി മഹായജ്ഞത്തിന്റെ 2ാം ദിനത്തിൽ യജ്ഞശാലയിൽ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. ഭാരത സന്യാസി സഭ സെക്രട്ടറിയും ശ്രീ രുദ്ര ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മാതാജി ദേവി, സംഗമേശാനന്ദ സരസ്വതി, സ്വാമി സായീശ്വരാനന്ദ സരസ്വതി, സ്വാമി ഗോപാലാനന്ദ സരസ്വതി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ആത്മാജമേ തനുഷ്ടമേ ചമ്മജമേ വർമ്മജമേ അംഗാനിജമേ ഹസ്താനിജമേ പരൂകുഞ്ചിത്തമേ ശരീരാനിജമേ ദൈത്യം ചമാധിപത്യം ചമേ വന്യുഷ്ടമേ വാമസ്തമേ അമസ്തമേ അമ്പസ്തമേ ധീനാജമേ മഹിമാജമേ വരിമാജമേ പ്രതിമാജമേ വർമാജമേ ജാഗുയാജമേ വൃദ്ധഞ്ചമേ വൃത്തിഷ്ടമേ സത്യന്തമേ ശുദ്ധാജമേ ജഗത്തമേ ധനന്തമേ വചത്തമേ തൃഷ്ടമേ ക്രീഡാജമേ മോദസ്തമേ ജാതന്തമേ ജനിഷ്യമാനന്തമേ സുഹൃത്തഞ്ചമേ സുഗന്ധമേ വിത്തഞ്ചമേ വിരുദ്ധഞ്ചമേ ഭൂതഞ്ചമേ ഭവിഷ്യത്തമേ സുഗന്ധമേ സുഗന്ധമേ വൃദ്ധഞ്ചമേ ഋത്തുഷ്ടമേ കുത്തഞ്ചമേ കുത്തുഷ്ടമേ മതിഷ്ടമേ സുമതിഷ്ടമേ ചന്തമേ മയത്തമേ ഭുജന്തമേ അനുകാമത്തമേ കാമത്തമേ സോമരസത്തമേ ഭദ്രന്തമേ ശ്രേയത്തമേ വസ്ത്രത്തമേ കിതത്തമേ ഭഗത്തമേ ദ്രവിണന്തമേ യന്താജമേ ദത്താജമേ ക്ഷേമത്തമേ വിദിഷ്ടമേ വിശ്വന്തമേ മഹത്തമേ സംയുക്തമേ ജ്ഞാപ്തം. ഗംഗാജലവും ത്രിവേണി സംഗമത്തിലെ മണലും മാതാജി ദേവി, സംഗമേശാനന്ദ സരസ്വതി യജ്ഞശാലയിലെത്തിയവർക്ക് പ്രസാദമായി നൽകി. രഞ്ജിത്ത്, സരോജിനി അമ്മ എന്നിവരെ ആദരിച്ചു. സനാതനധർമ്മ നവോത്ഥാന സമിതി സ്ഥാപകൻ മോഹൻദാസ് ആശംസകൾ അറിയിച്ചു. നിരവധി കലാകാരന്മാരെ ആദരിച്ചു. വസോർധാര, ഗായത്രി ദേവി എന്നീ വിഷയങ്ങളിൽ മാതാജി ദേവി, സംഗമേശാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. വസോർധാരയും മഹാപൂർണാഹൂതിയും ഭക്തി നിർഭരമായി. നാരായണീയ ഏകോപന സമിതി ആചാര്യൻ അമ്പാടി സതീഷ് വസോർധാര നയിച്ചു. ഉച്ചയ്ക്ക് ശേഷം നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു.
ശ്രീ വ്യാസ തപോധ്യാൻ ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ വില്ലോദ്രിനാഥ ക്ഷേത്രത്തിന് സമീപമാണ് ഗായത്രി മഹായജ്ഞം നടക്കുന്നത്. 11 ഹോമകുണ്ടങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് യജ്ഞാചാര്യൻ. മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂര മഹോത്സവത്തിന്റെ ഭാഗമായി തോൽപ്പാവക്കൂത്ത് പുരോഗമിക്കുന്നു. വഴിപാട് കൂത്തിന്റെ ഭാഗമായ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കുന്നത് സായാഹ്നങ്ങളിൽ ക്ഷേത്ര പരിസരം കൂടുതൽ സജീവമാക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ കാഞ്ഞിനങ്ങാട് തെയ്യൻസ് കുടുംബം നടത്തിയ കൂത്തുവഴിപാടിനോടനുബന്ധിച്ചാണ് കൊടുങ്ങല്ലൂർ നവമാലികയുടെ മെഗാ കൈകൊട്ടിക്കളി അരങ്ങേറിയത്. ക്ഷേത്രത്തിൽ 60 വർഷത്തിലധികമായി തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന പാലപ്പുറം ബാലകൃഷ്ണ പുലവരെ കാഞ്ഞിനങ്ങാട് കുടുംബം സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഷഷ്ടിപൂർത്തിയുടെ നിറവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലെ കുറുങ്കുഴൽ കലാകാരൻ ശങ്കരനാരായണനെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ പൊന്നാടയണിയിച്ചു. ക്ഷേത്രം സെക്രട്ടറി സി കൃഷ്ണദാസ് കീർത്തിസ്തംഭം നൽകി ആദരിച്ചു. ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ അങ്ങാടിക്കൽ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ചാങ്കത്ത് അജിത് കുമാർ, സെക്രട്ടറി ചീനിക്കത്തോടി കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, കിഴക്കേക്കര രാമദാസ്, OM ഗോപികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, ട്രഷറർ അങ്ങാടിക്കൽ ശ്രീനാരായണൻ, ജോയിന്റ് ട്രഷറർ പാലുതൊടി രാവുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നെല്ലിക്കുശി വാഴാലി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഫെബ്രുവരി 3 മുതൽ 10 വരെയാണ് സപ്താഹം നടക്കുന്നത്. കിഴക്കേക്കരപ്പാട്ട് ജയരാമൻ മാസ്റ്റർ ആണ് യജ്ഞാചാര്യൻ. സഹാചാര്യയായി പ്രമീള എസ് നായരും കൂടെയുണ്ട്. യജ്ഞവേദിയിൽ പ്രശാന്ത് കുളപ്പള്ളിയാണ് പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ ഗണപതി ഹോമം നടന്നു. വൈകിട്ട് താലത്തോടുകൂടെ ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് തന്ത്രിയും യജ്ഞാചാര്യന്മാരും ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെ സപ്താഹത്തിന് തുടക്കം കുറിച്ചു. എങ്ങനെ ഇന്ന് കേൾക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ മാഹാത്മ്യത്തിൽ പറയും. അത് എന്നിട്ട് മതിയോ നാളത്തെ കാര്യം ആലോചിക്കാതെ. അതിന് വേണ്ടിയിട്ടില്ല, നാളെ മുതൽ വരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ നമ്മള് 6 അധ്യായം വായിച്ചിട്ട് മാഹാത്മ്യം പറയുന്നത് നടക്കില്ല. നമ്മള് മാഹാത്മ്യത്തിന്റെ 2 അധ്യായം വായിക്കും, അതിനുശേഷം അതിന്റെ പ്രഭാഷണം ഉണ്ടാവും. അപ്പോൾ 2 അധ്യായം പുസ്തകം ഉള്ളവര് പുസ്തകം നോക്കിയിരിക്കുക. തുടർന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് പാരായണം തുടങ്ങി. ചൊവ്വാഴ്ച വരാഹാവതാരം, ബുധനാഴ്ച കൃഷ്ണപചരിതം, വ്യാഴാഴ്ച നരസിംഹാവതാരം, വെള്ളിയാഴ്ച ശ്രീകൃഷ്ണാവതാരം, ശനിയാഴ്ച രുക്മിണി സ്വയംവരം, ഞായറാഴ്ച സർവ ഐശ്വര്യ പൂജ, തിങ്കളാഴ്ച കൽക്കി അവതാരം എന്നിവയോടെ യജ്ഞം സമാപനമാകും. സമാപന ദിവസവും പ്രതിഷ്ഠാ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി പനാവുൽ മനക്കൽ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി കൊടലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ദോഷപരിഹാര ക്രിയകളും പ്രതിഷ്ഠാ ദിനാഘോഷവും ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ നടക്കും. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ കലശം നടത്തുന്നതെന്ന് ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. ഫെബ്രുവരി 6 രാവിലെയും വൈകിട്ടും വിവിധ പൂജകൾ, 7 വിശേഷ പൂജകൾ, കൂടാതെ പാതിരിക്കുന്നത്തുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നാഗപൂജ, സർപ്പബലി, അന്നദാനം എന്നിവ നടക്കും. ഫെബ്രുവരി 8 പ്രതിഷ്ഠാദിന സദ്യയും വിശേഷ പൂജകളുമുണ്ടാകും. പട്ടാമ്പി കൊടലൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വരുന്ന 2025 ഫെബ്രുവരി 6, 7, 8 തീയതികളിലായിട്ട് ദ്രവ്യ കലശം ദോഷ പരിഹാര ക്രിയകളും പ്രതിഷ്ഠാദിനവും നടത്തുകയാണ്. അപ്പോൾ ഈ ദ്രവ്യ കലശത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ
തന്ത്രവിധി പ്രകാരം കലശം നടത്തേണ്ടതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് 17 വർഷമായി ശേഷം നടത്താൻ കഴിയുന്നത്. 2008 അതിന് മുന്നേ നടത്തിയിരിക്കുന്നത്. ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികളായ സി സതീശൻ, PM അപ്പു, സുധാകരൻ, ശങ്കരനാരായണൻ, ശിവശങ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ. ബ്രൂവറി വിഷയം കത്തി നിൽക്കുന്ന എലപ്പുള്ളിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് CPM നീക്കം. പഞ്ചായത്ത് ഭരണസമിതി ബ്രൂവറിക്കെതിരെ സ്വീകരിക്കുന്നത് ശക്തമായ നിലപാട്. 44 വർഷത്തോളം CPM ഭരിച്ച എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വീടിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവതി അറസ്റ്റിൽ. കുണ്ടന്നൂരിൽ അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 27 കിലോ വെടിമരുന്ന് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവ് ബൈക്ക് മോഷണ കേസിൽ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഷൊർണൂരിൽ തെരുവു നായ്ക്കൾ വിലസുന്നു. നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നത് നഗരപ്രദേശത്ത്. യാത്രക്കാരെ തെരുവു നായ്ക്കൾ ആക്രമിക്കുന്നത് പതിവാകുന്നു. പരാതി നൽകിയാലും നടപടിയുണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.